കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലാകെ പരിഭ്രാന്തി പരന്നിരുന്നു എന്നുള്ളതാണ്. കാരണം അമേരിക്ക ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കുമെന്നുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ പടർന്നതുകൊണ്ട് തന്നെ ഖത്തറിലെ മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ വ്യോമതാവളത്തിൽ നിന്ന് ചില സൈനിക ഉദ്യോഗസ്ഥരോട് വിട്ടുപോകുവാൻ താൽക്കാലികം ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതു നിമിഷവും ഇറാനെ ആക്രമിക്കുമെന്ന വാർത്ത പടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ മേഖലയിൽ ആകെ ഒരു പരിഭ്രാന്തി പടർന്നത് കൊണ്ട് തന്നെ ഇറാന്റെ IRGC ഇറാൻ സൈന്യം കടുത്ത ജാഗ്രതയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞുകൂടിയത് എന്നുള്ളതാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കൃത്യമായ തിരിച്ചടിക്ക് ഒരുങ്ങി നിൽക്കുകയായിരുന്നു എന്ന് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വാർത്തകൾ വന്നിരുന്നു. ഏത് നിമിഷവും US ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഇറാൻ സൈന്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയതെങ്കിൽ, അതുപോലെ തന്നെ ഇന്ത്യ, ഇറ്റലി, പോളണ്ട് പോലെയുള്ള ചില രാജ്യങ്ങൾ അവരവരുടെ പൗരന്മാരോട് ഇറാൻ വിടണമെന്ന ആവശ്യവും ഉന്നയിച്ചു. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങൾ പെന്റഗൺ പ്രസിഡന്റ് ട്രംപിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള സജഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് US ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ നാനാഭാഗത്തു നിന്നും ഒരു യുദ്ധാന്തരീക്ഷം രൂപപ്പെട്ടു വരികയായിരുന്നു. അതിനിടയ്ക്ക് അബ്ബാസ് അറാഖ്ചി ഒരു കടുത്ത ആരോപണം ഇസ്രയേലിനെതിരെ ആരോപിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ അമേരിക്കയെ അനാവശ്യമായി യുദ്ധത്തിലേക്ക് വലിച്ചിടുകയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊക്കെ ഇടയ്ക്ക് ഇന്നലെ രാത്രി ഏകദേശം ഇന്ത്യൻ സമയം 1:30-2 മണിയോടുകൂടെ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ നിന്ന് ട്രംപ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ്. പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഇറാൻ കൊലപാതകം നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാനിൽ ഇനി വയലേഷനുകളില്ല. ഇറാൻ കൃത്യമായും കൊലപാതകം നിർത്തിയെന്നും അക്രമ സംഭവങ്ങൾ ഇനി ഉണ്ടാവുകയില്ലെന്നും തനിക്ക് ഔദ്യോഗികമായി വിവരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളോട് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അതായത് മേഖലയിലാകെ ഒരു യുദ്ധഭീഷണി ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്ന സമയത്ത് ഏത് നിമിഷവും അമേരിക്ക ഇറാനെ ആക്രമിക്കും, ട്രംപ് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് പറയുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു സമയത്തായിരുന്നു പ്രസിഡന്റ് ട്രംപ് പൊടുന്നനെ പറയുന്നത് ഇറാൻ കില്ലിംഗ് ഒക്കെ നിർത്തിയിരിക്കുന്നു, ഇറാൻ ആളുകളെ കൊല്ലുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വാർത്ത. അതായത് ഈ ഒരു ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. അതായത് ഇറാനിൽ ഈ പ്രക്ഷോഭം ഉണ്ടായത് മുതൽ തുടക്കത്തിൽ തന്നെ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത ഭീഷണിയായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രക്ഷോഭകരെ ഏതെങ്കിലും രീതിയിൽ അടിച്ചമർത്തുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും, ഞങ്ങൾ കൃത്യമായും പ്രക്ഷോഭകരുടെ ഭാഗത്തായി നിന്നുകൊണ്ട് ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെ ഇറാൻ അയത്തുള്ള അലി ഖമേനിയും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും ഒക്കെ ഇതിനെതിരെ വളരെ ശക്തമായി രംഗപ്രവേശനം നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇറാനിൽ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ വ്യോമതാവളങ്ങൾ ഞങ്ങൾ ആക്രമിച്ച് തകർക്കും എന്നിങ്ങനെയുള്ള കടുത്ത വാക്പോര് നടക്കുന്നതിനിടെ ഇറാനും അമേരിക്കയും തമ്മിൽ എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു, യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിനിടക്കാണ് ഇത്തരത്തിലൊരു വാചകവുമായി ട്രംപ് രംഗപ്രവേശനം നടത്തിയത് എന്നുള്ളതാണ്. തൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ വഴങ്ങി എന്ന വണ്ണമാണ് പത്രമാധ്യമങ്ങളോട് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറാൻ കൊലപാതകം നിർത്തിയിരിക്കുന്നു എന്ന വാർത്ത തനിക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വാക്കോടുകൂടി ചെറിയ രീതിയിലെങ്കിലും മേഖലയിലെ യുദ്ധഭീഷണിയിൽ നിന്ന് അല്പം പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതായാലും വരും ദിവസങ്ങളിൽ എത്തരത്തിലായിരിക്കും ഇറാൻ സംഘർഷം നീളുന്നത്, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ സംഘർഷം, ഇസ്രയേൽ ഇതിനിടയ്ക്കൊക്കെ ഇനിയും കയറി അടിക്കുവാനുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുമോ, അതല്ല അറബ് രാജ്യങ്ങൾ ഈ ഒരു മേഖലയിലുള്ള സംഘർഷാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി
ഇത്തരത്തിൽ ഒരു യുദ്ധമില്ലാതെയാക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണോ, അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണോ ഇത്തരത്തിൽ ട്രംപ് കമന്റ് ചെയ്തത് എന്നൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിരുന്നു എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമാണോ ട്രംപിൻ്റെ ഈ പിന്നോട്ടടി എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം. തൽക്കാലം വിട, വീണ്ടും കാണാം.